ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഒരു ബർത്ത്ഡേ കേക്ക് ഞാൻ നേരത്തെ മുറിക്കുകയാണ്. കാരണം ഞങ്ങൾ ഒരു സ്ഥലം വരെ പോവുകയാണ്. അതുകൊണ്ട് ഇവർ വീട്ടുകാരൊക്കെ കൂടെ വെച്ച് ഞാൻ തന്നെ പാട്ട് പാടി ഞാൻ തന്നെ കേക്ക് മുറിച്ചു. അപ്പോൾ ആ സാധനമൊക്കെ പൊങ്ങി വിരിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ പിന്നെ കേക്കൊക്കെ ചേച്ചി ഓൺലൈൻ വന്നിട്ടുണ്ടായിരുന്നു. കേക്കൊക്കെ മുറിച്ച് പപ്പയ്ക്കും അമ്മയ്ക്കും എല്ലാവർക്കും കൊടുത്തു, ചിത്തുനും കൊടുത്തു. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് കുറേ വിഷുവിന് മേടിച്ച പടക്കം ബാക്കിയുണ്ടായിരുന്നു. അറഞ്ച് മുറിച്ച് എല്ലാം ഞങ്ങൾ പൊട്ടിച്ച് സന്തോഷിച്ച് അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ എങ്ങോട്ട് തിരിക്കുന്നു. ഇതേ കണ്ടുള്ളൂ ഗൈസ്, ചെറുപടി കൊണ്ട് കണ്ടുള്ളൂ. എനിക്ക് സന്തോഷമാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് ഗൈസ്. യെസ്, ഞങ്ങൾ തുള്ളിച്ചാടി നേരെ പോയി തൊടുപുഴ. ദിസ് ഈസ് അജ്മൽ ബിസ്മി, നമ്മുടെ തൊടുപുഴ സ്വന്തം ലുലുമാൾ. ഞങ്ങളിവിടെ അവിടെ ചെന്നിട്ട് ചേട്ടനെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം ചേട്ടൻ എക്സാമാണ്. എന്നാലും നമുക്കൊരു വൈബ് ഉണ്ട്. പഠിച്ച് ആരും മടുക്കത്തില്ല. നിങ്ങൾ ചേട്ടനെ കയറ്റി നേരെ 90s കോട്ടയിൽ വിട്ടു. എന്തിനാ? 2 കട്ടൻ കുടിക്കാൻ വേണ്ടി. കട്ടൻ കുടിച്ച് ഇറങ്ങാൻ നേപ്പോഴാണ് 12 മണിയായത്. അതിൽ പോകുന്ന വഴി വണ്ടിയൊക്കെ നിർത്തി ജിത്തു ചേട്ടനും ജിത്തു ഒക്കെ മേടിച്ച സാധനമൊക്കെ തന്നു. എൻ്റെ സന്തോഷം കാണൂ. നാച്ചുറാലിറ്റി, ദിസ് ഈസ് കോൾഡ് നാച്ചുറാലിറ്റി. അത് കഴിഞ്ഞ് ഇതെല്ലാം എണ്ണിപ്പിറക്കി പൊളിച്ചെല്ലാം നോക്കിയപ്പോൾ ഒരു സമാധാനമായി. എന്നിട്ട് അടുക്കി വെച്ച് എന്നിട്ട് ഞങ്ങൾ നേരെ വാഗമണ്ണിലോട്ട് പോയി. കോടമഞ്ഞൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പൊക്കത്ത് കയറുന്നപ്പോൾ. പക്ഷേ എന്ത് പറയുന്നത് വെച്ചാൽ ഇതൊന്നും കാണാൻ എൻ്റെ അമ്മ കണ്ണു തുറന്നിരുന്നില്ല കേട്ടോ. ഫ്ലാറ്റായി. പിന്നെ ഞങ്ങൾ അവിടുത്തെ മെയിൻ സ്പോട്ടല്ല, നമ്മുടെ റൈഡേഴ്സിന് വേണ്ടി മാത്രമുള്ള റൈഡേഴ്സ് കഫേയാണ് ഗൈസ്. അവിടെ അത് എടുത്ത് കേൾക്കാൻ വേണ്ടിയിട്ടോ മിണ്ടാണ്ടിരുന്ന്. അവിടെ ചെന്നാൽ സൂപ്പർ മാഗിയും ഓംലെറ്റും എല്ലാം കഴിച്ച് പിന്നെ അവിടെ ഒരു വണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. അവർ പാട്ടൊക്കെ ഇട്ട് ഞങ്ങൾ അടിച്ചു പൊളിച്ച് അവിടെ നിന്ന് ഞങ്ങൾ നേരെ വണ്ടി എടുത്ത് മറ്റേ മലയുടെ പൊക്കത്തോട്ട് പോവുക. അപ്പോൾ അവിടെ പോകുന്നേക്ക് നല്ല കോടമഞ്ഞുണ്ടായിരുന്നു. ഞാൻ പറ്റുന്നൊക്കെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു വലിയൊരു മലയുണ്ട്, സൺറൈസ് കാണാൻ പറ്റിയ മല. അപ്പോൾ അമ്മയും കൊണ്ട് ഞങ്ങൾ മല കയറുകയാണ്. അമ്മ ഇതൊന്നും ആദ്യമായിട്ടോ കാണുന്നത്. അപ്പോൾ അമ്മയ്ക്ക് എക്സ്പ്ലോർ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടപ്പെടും. പക്ഷേ നല്ല ഉറക്കമുണ്ട്. എവിടെയെല്ലാം പോയാലും അവിടെ കിടന്ന് അങ്ങ് ഉറങ്ങിക്കോളും. അങ്ങനെ അവിടെ ഞങ്ങളെല്ലാം കുത്തിയിരുന്നപ്പോൾ നമ്മളെ ഫ്ലാറ്റായിട്ട് ഇവിടെ കിടന്ന്. എന്നിട്ട് ഇടയ്ക്ക് എണീക്കുമ്പോൾ ചേട്ടൻ നമ്മുടെ അടി ഉണ്ടായിരിക്കും. എല്ലാത്തിനും ഞങ്ങൾ ചന്ദ്രമാമിനെ നോക്കി കിടന്ന് ഇങ്ങ് ഉറങ്ങി. ഒരു രക്ഷയില്ല, അതാണ് സംഭവമാണ്. അത് കഴിഞ്ഞ് ഈ വ്യൂവിലോട്ടാണ് ഗൈസ് ഞങ്ങൾ പോകുന്നത്. ഈ വ്യൂ നോക്കൂ ഗൈസ്, വ്യൂ അടിപൊളിയായിരുന്നു. ഭയങ്കര തണുപ്പായിരുന്നു. കാരണം ഞങ്ങൾ വിചാരിച്ചു ഒട്ടും തണുപ്പില്ലെന്ന് വെച്ചാൽ കമ്പിളി പോലും എടുക്കാണ്ട് വന്നാൽ പിന്നെ അമ്മയുടെ നിർബന്ധത്തിൽ 3 ബെഡ്ഷീറ്റ് എടുത്തത് എന്തോ ഭാഗ്യം. പക്ഷെ അവിടെ വന്നപ്പോൾ ആ 3 ബെഡ്ഷീറ്റിന് വേണ്ടി ഞങ്ങൾ 4 പേരും തമ്മിത്തല്ലായിരുന്നു. എന്തോ ഭാഗ്യത്തിന് ജിത്തു ഒരു ഹുഡി എടുത്തിട്ടുണ്ടായിരുന്നു. അവസാനം അതിൻ്റെ കയ്യിൽ തന്നെ വന്നു. എൻ്റെ അമ്മ കണ്ടോ മറ്റേ കിളിക്കിട്ട് അവസരം ഞങ്ങൾ കയറിയ മലയിൽ ദേ വന്നിരിക്കുന്നു ജീപ്പ്. എങ്ങനെ 42 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞ് ഇത്ര ചൂടാന്ന് പറഞ്ഞു വന്നതാ. ഇതാണ് അവസ്ഥ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. പറഞ്ഞാലും എനിക്ക് തണുത്തിട്ട് വയ്യായിരുന്നു കേട്ടോ. ഞാൻ വിറയ്ക്കുമായിരുന്നു ഗൈസ് ഉള്ളിൽ. അത് ഉടുപ്പൊക്കെ ഇട്ടിട്ട് എവിടെ നിന്നൊക്കെ കാറ്റ് കയറുന്ന നിൽക്കറിഞ്ഞൂടാ. അതിനിട്ട് നമ്മൾ സൺറൈസ് എല്ലാം കണ്ട് ഇറങ്ങുകയാണ് ആ വളവിൽ കൂടെ. ഇതൊക്കെ ഒരു മെയിൻ സ്പോട്ടാണ് കേട്ടോ. എല്ലാവരുടെയും വ്ലോഗിലൊക്കെ കാണുന്ന സാധനം തന്നെയാണ്. അതിൻ്റെ അവിടെ നിന്ന് ഇറങ്ങുന്ന വഴിയാണ് നമ്മുടെ ചന്ദ്രമാമൻ ഉദിച്ച് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ സൈഡിൽ നിന്ന് പോകുന്ന വഴിക്ക് ചന്ദ്രമാമൻ ഉദിക്കുന്നത് കണ്ടു. ചന്ദ്രനല്ലല്ലോ, സൂര്യൻ, സോറി ഗൈസ്. പിന്നെ ആ ബോഗൻവില്ലയുടെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ തൊടുപുഴ വന്ന് അപ്പവും മുട്ടക്കറിയൊക്കെ കഴിച്ച് ഞങ്ങൾ ചേട്ടനെ ഡ്രോപ്പ് ചെയ്തു. ചേട്ടൻ എന്ത് എക്സാമാണ് ഗൈസ് ഇന്ന്. ചേട്ടൻ വീട്ടിലെത്തി ഗൈസ്. ഒരാളെ ഡെഡായി ഗൈസ് ടുഡേ. കുളിച്ച് കഴിഞ്ഞപ്പോൾ നല്ല വിശന്ന്. ഞാൻ പിന്നെ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്ത് എന്നിട്ട് ബർത്ത്ഡേയിലെ ഗൈസ് ചിക്കൻ ബിരിയാണി കഴിച്ചു. വയറൊക്കെ നിറഞ്ഞു ഉഷാറായി. എന്താ സാറ്റിസ്ഫാക്ഷൻ അല്ലേ. അത് ഇനി വയറ് നിറയെ ഫുഡ് കഴിച്ചിട്ട് ഞാൻ കിടന്നുറങ്ങി. അപ്പോൾ ഇന്നത്തെ ബർത്ത്ഡേ വ്ലോഗ് ഇത്രയുള്ള ഗൈസ്. ബൈ ഗൈസ്.